പടം മീൻസ് പൈസ കുറേ പൊട്ടിച്ചിടുന്നത് കാണാനുണ്ട്. കാരണം കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര ഓവറൊക്കെ വെച്ചേക്കുന്നത്. കുറേ പ്രസൻറ്റ് പോർഷനൊക്കെ പക്ക ക്രിഞ്ച് സാധനമാണ്. സെക്കൻഡ് ഹാഫ് പിന്നെയെങ്കിലും കണ്ടിരിക്കുക. പടം സ്ക്രീൻ പ്ലേ ഭയങ്കര സ്ക്രീൻ പ്ലേ വർക്കായാലും പടം സെക്കൻഡ് പാർട്ടിനോട്ടുള്ള ലീഡായിട്ട് അടിപൊളി പടം. വളരെ മേക്കിംഗ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസസ് വളരെ ഉണ്ട്. പക്ഷെ എവിടെയോ എന്തൊക്കെയോ കുറവുകളുണ്ട്. കുഴപ്പമില്ലായിരുന്നു. നല്ല ശോകാവസ്ഥയായിരുന്നു. അവള് നന്നായിട്ട് ഇറങ്ങി. ഹലോ യൂട്യൂബ് എൻ്റെമിൻ്റെ പുതിയൊരു റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടിപ്പിന്തായ സൂര്യയുടെ ആക്ഷൻ ഡ്രാമ ചിത്രമായ കങ്കുവ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സൂര്യ ചിത്രം തിയേറ്ററിലെത്തുന്നത്. 350 കോടി ബഡ്ജറ്റിൽ ശിവ ഒരുക്കിയ ഈ ചിത്രം ഒരുപാട് ഭാഷകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് താരനിര തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ക്യാമിയോ റോൾസുമുണ്ട്. അപ്പോൾ കങ്കുവ എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചറിയാം. നിങ്ങളും ഈ പടം കണ്ടാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ കങ്കുവയുടെ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം. പടം കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻ്റ് ആണ്. കാരണം ഒന്നുമില്ല പടത്തിൽ. 1-2 ഹൈമോൺസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഹൈമോൺസ് ഉണ്ടെങ്കിൽ പടം എന്തായാലും വർക്കാവണമെന്നില്ല. സ്ക്രീൻ പ്ലേ പക്ക ഷോകാണ് സാരം. ഈ ശിവയുടെ പടത്തിൽ മേക്കിംഗ് ഒക്കെ വിവേകാണ് മേക്കിംഗ് ഒക്കെ ഭയങ്കര സ്പെക്ടാക്കളൊക്കെ തോന്നുമെങ്കിലും പലതും ഭയങ്കര ഓവറാണ്. സ്ക്രീൻ പടം മീൻസ് പൈസ കുറേ പൊട്ടിച്ചിടുന്നത് കാണാനുണ്ട്. കാരണം കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര ഓവറൊക്കെ വെച്ചേക്കുന്നത്. കുറേ പ്രസൻറ്റ് പോർഷനൊക്കെ പക്ക ക്രിഞ്ച് സാധനമാണ്. സെക്കൻഡ് ഹാഫ് പിന്നെയെങ്കിലും കണ്ടിരിക്കുക. പടം സ്ക്രീൻ പ്ലേ ഭയങ്കര സ്ക്രീൻ പ്ലേ വർക്കായാലും പടം സെക്കൻഡ് പാർട്ടിനോട്ടുള്ള ലീഡായിട്ട് വെച്ച് അങ്ങനെ എൻ്റെ ചെയ്തു. പക്ഷെ അതിനായിട്ട് നമുക്ക് കയറി കാണാനുള്ള തോട്ട് വരണമല്ലോ. അങ്ങനെയാണ്. അടിപൊളി പടം. വളരെ മേക്കിംഗ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസസ് വളരെ ഉണ്ട്. പക്ഷെ എവിടെയോ എന്തൊക്കെയോ കുറവുകളുണ്ട്. പക്ഷേ പടം വളരെ ഗംഭീര വിജയമായിരിക്കും. വളരെ അത്രയ്ക്കൊന്നുമില്ല. സെക്കൻഡ് പാർട്ട് വരെ വരുന്നുണ്ട്. അത് OTT-യിൽ ഇറക്കണായിരിക്കും നല്ലത്. ഒരിക്കലും ഇല്ല. എവിടെയൊക്കെയോ നമുക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അത്രയും ഉള്ളതാണ്. കുഴപ്പമില്ലായിരുന്നു. നല്ല ശോകാവസ്ഥയായിരുന്നു. അവള് നന്നായിട്ട് ഇറങ്ങി. കുഴപ്പമുണ്ടായില്ല. കാർത്തിയുടെ ക്യാമിയോ വിളിച്ചു.